എന്താ കുട്ടു ഇത്? എന്റെ പഞ്ചാര മനസ്സിലല്ലേ? അതെ. എന്റെ ശർക്കര മനസ്സിലല്ലേ? അതെ. കുട്ടിമണിക്ക് മനസ്സിനോടുള്ള സ്നേഹം കണ്ട് കലി കയറുന്ന മതികല ഇരുവരെയും നിർബന്ധിച്ച് കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്നു. എന്താ മതി? ഒരു ഷർട്ട് മനസ്സിജ ഉണ്ട്. ഇട്ടോ, നീ വണ്ടി എടുക്ക്. മതി. പിന്നെ വണ്ടി എടുക്കാൻ വാ വാ, കുട്ടിമണി കയറി. വിജനമായ പാറക്കെട്ടിൽ കുട്ടിമണിയെയും കൂട്ടി മനസ്സിജനും മതികലയും എത്തുന്നു. ഇതെന്താ എവിടെ? തുടർന്ന് കാണുക. പറയാം, നീ ഇറങ്ങ്. കുട്ടിമണി ഇറങ്ങ്. മതി. എന്താ നിന്റെ ഉദ്ദേശം? എന്തിനാ ഇത്രയും ദൂരം ഓടിച്ച് ഇവിടേക്ക് വന്നത്? നല്ല സ്ഥലമല്ലേടാ. പെണ്ണിന് ദാഹം തീരുവോളം കുടിക്കാൻ ഇഷ്ടംപോലെ വെള്ളവും ഉണ്ട്. മുങ്ങിക്കഴിഞ്ഞ പിന്നെ എത്ര ദിവസമാടാ പോകുന്നത്? 3-ാം പക്കമല്ലേ? ഗുണ്ടു പോലത്തെ കുട്ടിമണി ചീർത്ത് വീർത്ത് പൊങ്ങുന്നത് കാണാൻ നല്ല രസമായിരിക്കും അല്ലേ? മതി. എന്താ നിന്റെ മനസ്സിലായി? നീ കണ്ടോ, മനസ്സിലുള്ളതുപോലെ പ്രവർത്തിക്കുന്നവളാ ഈ മതികലയും. കുട്ടിമണി, ചേച്ചി നമുക്ക് ഒരു കളി കളിച്ചാലോ? എന്താ കളിയാ? കണ്ണുകെട്ട് കളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാ കണ്ണുകെട്ടി കളിച്ചാന്. കൊച്ചേച്ചിക്ക് അത് അറിഞ്ഞൂടെ? അതല്ലേ കൊച്ചേച്ചി ആ കളി തന്നെ തിരഞ്ഞെടുത്തത്. ആദ്യം മോളുടെ കണ്ണ് തന്നെ കെട്ടാം. എന്നിട്ടേ കൊച്ചേച്ചിയെ മനുഷ്യനെ ഞാൻ കണ്ടുപിടിച്ചാവേ. ഞാൻ കണ്ടുപിടിച്ചു. സമ്മതിച്ചോ? സമ്മതിച്ചു. മോള് കണ്ടുപിടിക്കണം. കളിയിൽ മോള് ജയിച്ചാ കൊച്ചേച്ചി വയറ് നിറച്ച് ഐസ്ക്രീം വാങ്ങിച്ചു തരും. ബിരിയാണി മേടിച്ചോ? ബിരിയാണിയും മേടിച്ചു തരും. അയ്യോ എനിക്ക് വയ്യ. എങ്കിലും പെട്ടെന്ന് എന്നെ കണ്ണു കെട്ട്. പെട്ടെന്ന് പോയിട്ട് അയക്കുമ്പോ ബിരിയാണിയും കഴിച്ചാലോ? കേട്ട് മോള് അനങ്ങാതെ നിന്നോണം. മതി. വേണ്ട. മുറുക്കി കെട്ടണേ. മതി. ഞാൻ ഇപ്പൊ എല്ലാരും കണ്ടുപിടിച്ചല്ലോ. മതി. ഇത് തീക്കളിയാ. തീക്കളിയല്ല, മരണക്കളി. മതി. എന്നാലേ മോള് വാ. തുടങ്ങാം. വാ. കളി തുടങ്ങിട്ടോ. പെട്ടെന്ന് വിളിച്ചോണേ. ഞാൻ കണ്ടുപിടിച്ചാമേ. പെട്ടെന്ന് മതി. വേണ്ട. മതി. കറങ്ങിക്കോ. എവിടെ വിളിച്ചാലും ഞാൻ കണ്ടുപിടിച്ചല്ലോ. മതി. വേണ്ട. പ്ലീസ്. മോള് കറങ്ങിക്കോ. ആരാ? പെട്ടെന്ന് വിളിച്ചോ. എല്ലാരും കണ്ടുപിടിക്കും. കളി. മതി. വണ്ടി എടുക്ക്. മതി. കുട്ടിമണി എവിടെയെന്ന് വയലൂരം വീട്ടുകാർ ചോദിച്ചാ നമ്മൾ എന്ത് മറുപടി പറയും? മറുപടി ഞാൻ പറഞ്ഞോളാം. നീ വണ്ടി എടുക്ക്. മതി. വണ്ടി എടുക്കടാ. നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? എന്നെ പറ്റിച്ചാനൊന്നും പറ്റത്തില്ല. മതി. ഇത് ക്രൂരതയാണ്. കുട്ടിമണി താഴെ വീണ് ചത്തുപോകും. ഇത്രയ്ക്ക് മഹാഭാവം വേണോ? മതി. എടാ, നിനക്ക് എന്നെക്കാളും വലുത് അവളാണോ? ആണോന്ന്? അല്ല. എന്താ നീ വണ്ടി എടുക്ക്. മതി. പ്ലീസ്. നിന്നോടാ പറഞ്ഞത് വണ്ടി എടുക്കാൻ. അറിയാമല്ലോ, നമുക്കിടയിലെ ബന്ധത്തിനൊപ്പം തന്നെ നീ എന്റെ ശമ്പളക്കാരൻ കൂടിയാ. കൂലിക്കാരൻ കൂലി മേടിച്ച് പറയുന്ന ജോലി കൃത്യമായി ചെയ്താ മതി. മതി. വണ്ടി എടുക്കടാ. ഞാൻ കൊച്ചേച്ചിയും കണ്ടുപിടിച്ചു, മനുഷ്യനെയും കണ്ടുപിടിച്ചു. എന്നിട്ടേ ഞാൻ ജയിക്കുമല്ലോ. ഇനിയേ കൊച്ചേച്ചിയാണേ കണ്ടുകിട്ടണ്ടേ. എന്നാ
എന്നിട്ടേ ഞാനും മനസ്സിനും കൂടി പാത്തിരിച്ചു. ഞാൻ ജയിക്കുമ്പോ ബിരിയാണി വാങ്ങിക്കണേ. ഞാനേ ചേച്ചി ഇപ്പൊ പിടിച്ചോ, അത് കഴിയുമ്പോ മനസ്സ് തന്നെ പിടിച്ചു. ചേച്ചി കണ്ടുപിടിച്ചു. മനുഷ്യനെ കണ്ടുപിടിച്ചിട്ടേ ഞാൻ അയക്കുകയും തിന്നുവല്ലോ ബിരിയാണി. മോളെ കുട്ടുമണി, എന്റെ അച്ഛൻ വന്നു. എന്റെ അച്ഛൻ തിരിച്ചു വന്നു. അച്ഛേ എവിടാ? തിരിച്ചു വന്നോ? എന്തേ അച്ഛ എവിടാ? അച്ഛ എവിടാ? ഞാനേ മാറിനപ്പൂപ്പന് 50 പൈസ കൊടുത്തായിരുന്നേ അച്ഛൻ വരാൻ വേണ്ടിട്ടേ. അതെ ഞങ്ങളെ കളിച്ചായിരുന്നു. ഞാനും കൊച്ചേച്ചി മനുഷ്യനും ഉണ്ടായിരുന്നേ. അച്ഛൻ ഞാൻ കൂട്ടാവേ. എവിടെ അച്ഛേ? അച്ഛേ അയ്യോ കൊച്ചേച്ചി മനുഷ്യ എവിടെയാ നിങ്ങള്? മതി മതി പാത്തിരുന്നത്. പേടിയാവുന്ന മനുഷ്യ കൊച്ചേച്ചി പേടിയാവുന്ന മനുഷ്യ. അണ്ണാച്ചിക്ക് വളക്കച്ചോടൊന്നും ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു, ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. ഇനി തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മുടെ സുമതിയാക്കന്റെ വീട്ടിലൊന്ന് കയറണം, സുഖമാണോ എന്നൊന്ന് തിരക്കണം. പിന്നെ നേരെ വീട്ടിൽ ചെന്നിട്ട് ചത്ത പോലെ ഒന്ന് കിടന്ന് ഉറങ്ങണം. അത്രേ ഉള്ളൂ. എടാ സുഗത, ഇവിടെ പോലീസൊന്നും വരത്തില്ലല്ലോ അല്ലേ? വന്നാ തന്നെ പൊങ്കാലിടുമെന്ന് പറയാം. അത് മതി. പേടിയാ എവിടാ? സുഗതോ, ഓ ഞാൻ പോയേക്കുവാണേ. ഓ കുട്ടിമണിച്ച് പേടിയാ. എവിടെയാ നിങ്ങള്? മനുഷ്യ കുട്ടിമണി, കുട്ടിമണി എവിടെ പോയതാ? അത് ഞാനും കൊച്ചിയും മനുഷ്യനും കൂടി കളിച്ചുമായിരുന്നു. ഇപ്പൊ അവരെ കാണുന്നില്ല. അയ്യോ, അതിനെന്നാ, നമുക്ക് രണ്ടുപേർ കൂടെ കളിക്കാല്ലോ. ഇന്നാളത്തെ പോലെ എന്റെ ഉടുപ്പ് ചോദിച്ചാണല്ലേ? ഞാൻ തരത്തില്ല. ഞാനിപ്പോ എന്റെ വീട്ടിൽ പോവാ. എന്നാലേ അണ്ണാച്ചി മാമൻ കൊണ്ടേ വിടാ. വേണോന്നേ? വേണ്ടേ? അങ്ങനെ പറയല്ലേ മോളെ. ഞാനേ എറിയും. ഫസ്റ്റ് ബോള് പോയി, ഇനി സെക്കൻഡ് ബോൾ. എറിഞ്ഞോ മോളെ? അണ്ണാച്ചി ഇങ്ങനെ ഓടിക്കരുത്. അണ്ണാച്ചിക്ക് ഒരുപാട് ഓടാൻ മേല. മോളെ നിക്കാനല്ലേ പറഞ്ഞ? അണ്ണാച്ചി ഒന്നും ചെയ്യല. അവിടെ നിക്കാനല്ലേ? അങ്ങനെ വിളിയല്ല മോളെ, അങ്ങനെ പോകില്ലേ മോളെ? അണ്ണാച്ചി ഒന്നും ചെയ്യത്തില്ല. പാവല്ലേ അണ്ണാച്ചി? അടിക്കരുത്. പിന്നെ അങ്ങനെ വിടാനായിട്ട്
വിടിയല്ലേ. എവിടെ പോയി? അവൾ ഇവിടെ എങ്ങാനും ഒളിച്ചു കാണൂ ഇനി. അമ്മേ അമ്മേ ദേ കുട്ടിമണി വന്നു. ബാലേട്ടാ, കുട്ടിമണി ഇതിലില്ല. അയ്യോ, എന്റെ കുഞ്ഞിതെവിടെ പോയി? സിജ, കുട്ടിമണി എവിടെ? സിജ, കലേ, കുട്ടിമണി എവിടെന്നാ? എന്താ എന്താ മോളെ, എന്താ ഉണ്ടായത്? കുട്ടിമണി എവിടെ? എന്താ എന്ത് പറ്റി? എന്തിനാ കലമോള് കരയുന്നത്? കുട്ടിമണി എവിടെ സിജ? എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് പറയേ. എന്റെ കൊച്ചെവിടെ? അമ്മ, കുട്ടിമണിയെ കാണാതെ പോയമ്മ. അയ്യോ, എന്നതാ പറഞ്ഞേ? കുട്ടിമണിയെ കാണാതെ പോയിന്നോ? സിജ, എന്താ സംഭവിച്ചത്? ദൈവത്തെ ഓർത്തൊന്ന് പറയ. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിനെ കാണാനില്ലാന്ന്. എന്റെ മോളെത്തിയടാ. അമ്മേ, അവൾക്കൊന്നുമില്ലമ്മേ. അവളിപ്പ ഇങ്ങി വരൂ. എന്റെ മോൾ എവിടെയാ? സിജ, ഒന്ന് പറ, എന്താ സംഭവിച്ചതെന്ന്? നിങ്ങൾ എവിടേക്കാ പോയത്? പറയ് പ്ലീസ്. പലട്ട, കുട്ടിമണിയെ കൊണ്ട് വെറുതെ ഒരു ഡ്രൈവിന് പോയതാ നമ്മൾ. എവിടേക്ക്? അത് കരിമടം പാറയുടെ അടുത്തേക്ക്. ഈശ്വര, ആളും പേരുമില്ലാത്ത ആ സ്ഥലത്തേക്കോ? അത് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണല്ലോ. കുട്ടിമണിയുടെ മനസ്സിന് ഒരു സന്തോഷമാവുമല്ലെന്ന് കരുതിയാ അവിടേക്ക് പോയത്. എന്നിട്ട് കുട്ടിമണിക്ക് എന്താ സംഭവിച്ചെന്ന് പറയ് സിജ. അവിടെ ചെന്നപ്പോ കുട്ടിമണിക്ക് സാറ്റ് കളിക്കണമെന്ന് പറഞ്ഞു. ഞാനും കലയെടുത്തി ആവുന്നത് പറഞ്ഞതാ വേണ്ടാന്ന്. അപ്പൊ കുട്ടിമണി പിണങ്ങി. എന്നിട്ട് സാറ്റ് കളിക്കിടെ ഒളിച്ചിരിക്കാൻ പോയതാ കുട്ടിമണി. പിന്നെ കണ്ടില്ല. നിങ്ങൾ അവിടെയൊക്കെ നോക്കിയില്ലേ? എല്ലായിടത്തും നോക്കി വല്യേട്ടാ. കുട്ടിമണിയെ കാണാതെ വന്നപ്പോ ഞങ്ങൾ ആകെ ഭയന്നു പോയി. ഞാനാ സിജനോട് പറഞ്ഞത് ഇവിടെ വന്ന് ബാലേട്ടനെ രവിയേട്ടനെ നാട്ടുകാരെയൊക്കെ കൂട്ടി തെരയാൻ പോവാന്ന്. എന്നാലും അവളെ ഇത്രയും കൂടെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നില്ലേ? തെറ്റ് എന്റെ ഭാഗത്താ വല്യേട്ടാ. ഞാൻ അവളെ പുറത്തു കൊണ്ടുവന്ന് പറഞ്ഞത്. മോളെ പ്ലീസ് ബാലേട്ട, ഇനി എന്നോടൊന്നും ചോദിക്കരുത്. അയ്യോ, ബാല, നമ്മുടെ മോള്. നീ കലക്കിയിടി. അഭിനയം എന്ന് പറഞ്ഞ ഇതാ അഭിനയം. വെൽ ഡൺ വതി, വെൽ ഡൺ മോളു. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു ഡിയർ. എന്താ, ഒരു മുറിയിലേക്ക് കയറി വരുമ്പോ ചില മാനേഴ്സ് ഒക്കെ ഉണ്ട്. മാനേഴ്സും മാന്യതയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട.
മാന്യതയുടെ ഒരു കണിക പോലും സ്വന്തം പ്രവൃത്തിയിലോ ചിന്തയിലോ ഇല്ലാത്ത നിനക്ക് ആ പദം ഉച്ചരിക്കാനുള്ള യോഗ്യത ഉണ്ടോ? സീതേടത്തേക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. എനിക്കൊരു കാര്യം അറിഞ്ഞാ മതി, ഒരൊറ്റ കാര്യം. കുട്ടിമണി എവിടെ? കുട്ടിമണിക്ക് എന്ത് സംഭവിച്ചു? ഇത് കൊള്ളാം. അല്പം മുമ്പ് ഞാൻ പറഞ്ഞത് സീതേടത്തെയും കേട്ടതല്ലേ? ഇവിടെ ആരുടെ കണ്ണും കാതും അടഞ്ഞാലും എന്റേതടയത്തില്ല. അങ്ങനെ നീ കരുതുകയും വേണ്ട. വരാന്തയിൽ നിന്റെ വകയൊരു പ്രകടനം, ഇവിടെ വേറൊരു പ്രകടനം. സത്യം പറയും, കുട്ടിമണിക്ക് എന്താ സംഭവിച്ചത്? കൊന്നു അവളെ? ദേ, ആവശ്യമില്ലാത്ത പറയരുത്. ഞാൻ എന്തിനു കുട്ടിമണിയെ കൊല്ലണം? കുട്ടിമണിയാണല്ലോ നിനക്കും മനസ്സിന് മുമ്പിലെ തടസ്സം. ബുദ്ധിയില്ലാത്ത കുട്ടിമണി എനിക്കൊരു തടസ്സമാണോ സീതേടത്തി? ഒരു പാത്രം നിറയെ ചോറും ഒരു വറുത്ത മീനും കൊടുത്ത എനിക്കും മനസ്സിനും കാവലിരിക്കും അവള്. പിന്നെ എങ്കി പിന്നെ കുട്ടിമണി എവിടെ? അത് പറയ്. ഞാൻ പറഞ്ഞത് നേരാ. നിന്ന നിപ്പിൽ അവള് പുഷ്പമെന്നോ പൂമ്പാറ്റയെന്നോ പറഞ്ഞു ഓടുന്നത് കണ്ടു. അറിയാമല്ലോ അതിന്റെ വെകളി പിടിച്ച സ്വഭാവം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ കാണാനുമില്ല. നീ എന്തുകൊണ്ടാ കുട്ടിമണിയുടെ പിന്നാലെ പോവാഞ്ഞത്? പിന്നെ ഞാൻ അവളുടെ സെക്യൂരിറ്റി ഗാർഡാണല്ലോ, പുറകെ നടന്ന് നോക്കാൻ. നോക്കാൻ വയ്യെങ്കി പിന്നെ നീ എന്തിനാടി കുട്ടിമണി എവിടുന്ന് കൂട്ടിക്കൊണ്ടു പോയത്? അതും ഇവിടെ ആരോടും പറയാതെ പോലും. സീതേടത്തിന്റെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ ഞാൻ കുട്ടിമണിയെ വണ്ടിക്കകത്ത് വലിച്ചു കയറ്റി കൊണ്ടുപോയതാണെന്ന്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ഗുളിക വാങ്ങിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അതിനാ ഞാൻ മനസ്സിനോട് വണ്ടി എടുക്കാൻ പറഞ്ഞത്. വണ്ടി സ്റ്റാർട്ടായ പാടെ പെണ്ണും അതിനകത്ത് ചാടിക്കേറി. എന്റെ കുറ്റമാണോ അത്? എന്ത് ടാബ്ലറ്റ് ആയിരുന്നു കലയ്ക്ക് ഇത്ര അത്യാവശ്യമായിട്ട് വാങ്ങാനുണ്ടായിരുന്നത്? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് സീതേടത്തി. ഞാൻ പല സൂക്കേടിനുള്ള പല ടാബ്ലറ്റ്സും കഴിക്കുന്നുണ്ട്. അത് സീതേടത്തി അറിയേണ്ട കാര്യമില്ല. കുട്ടിമണിക്ക് എന്തെങ്കിലും സംഭവിച്ച നിന്റെ ഈ സൂക്കേട് ഞാൻ ഇന്നുകൊണ്ട് നിർത്തിത്തരും. സീതേടത്തി ഒരു ചുക്കും ചെയ്യത്തില്ല. മുക്കാലും മുങ്ങിയ കപ്പലിൽ നിന്നാ സീതേടത്തി എന്നെ വെല്ലുവിളിക്കുന്നത്. അതോർത്തോണം. കുട്ടിമണിയെ കാണാതായതിൽ നിനക്കൊരു പങ്കുമില്ലെന്നാണോ നീ പറയുന്നത്? ഈശ്വര, ഇത് വലിയ കഷ്ടമായല്ലോ. എനിക്കൊരു പങ്കുമില്ലെന്ന് 1000 തവണ ഞാൻ പറഞ്ഞല്ലേ. ഇനിയും പറയണോ? ഇല്ല ഇല്ല ഇല്ല. ഞാൻ കൊണ്ടുപോയിട്ട് എനിക്ക് കുഴപ്പം വരുന്ന എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യോ? അതുകൊള്ള. സീതേടത്തി പോ, ഞാനൊന്ന് കിടക്കട്ടെ. തലയാണെങ്കിൽ പൊട്ടി പിളർക്കുന്നു. സീതേടത്തി വലിയ മിടുക്കിയില്ലേ, അതിബുദ്ധിമതിയല്ലേ, ഷെർലക് ഹോംസിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളല്ലേ. പോയി ചിന്തിച്ച് കണ്ടുപിടിക്ക് കുട്ടിമണി എവിടാണെന്ന്. പോ സീതേടത്തി, പ്ലീസ്. ഞാൻ വീണ്ടും പറയുക, ഈ വീടിന്റെ ജീവനാ കുട്ടിമണി. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച വെറുതെ വിടില്ല ഞാൻ. നിന്നെ മനസ്സിനെ അവനോട് കൂടി പറഞ്ഞേക്കാം. രവി ഒന്ന് വിളിക്കും ബാലേട്ട. എന്താ പോലീസ് വരാൻ വൈകുന്നത്? പോലീസ് വരട്ടെ, എങ്കിലേ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവുള്ളൂ. എന്റെ പരുത്തിക്കാവിലമ്മേ, എന്റെ കൊച്ചിപ്പ് എവിടെയാണോ എന്തോ. ഇങ്ങോട്ടുള്ള വഴിയൊന്നും അറിയാതെ അവള് കിടന്ന് കരയോ എന്നെ ഓർത്ത്. എന്റെ കുട്ടിമണി. ബാല, നീ കേട്ടോ? എവിടുന്ന് നമ്മുടെ കൊച്ചിന്റെ കരച്ചില് കേൾക്കുന്നില്ലേ? കേട്ടില്ലേ? നിങ്ങൾ കേൾക്കുന്നില്ലേ? മനസ്സിജ, മോൻ കേൾക്കുന്നില്ലേ? മോളെ, മോളും കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? അമ്മേ, ഒക്കെ അമ്മയുടെ തോന്നല. അല്ല, ഒന്നും എന്റെ തോന്നലല്ല. മക്കൾ ഇത്ര ദൂരത്തൊന്ന് കരഞ്ഞാൽ അമ്മമാർക്കത് കേൾക്കാൻ പറ്റും. സ്വന്തം നെഞ്ചിലത് അവർക്കറിയാൻ പറ്റും. ബാല, മോനെ, ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ചിലപ്പോ വഴിയിൽ എവിടെയെങ്കിലും കാണും അവള്. ഇരുട്ടെന്ന് പറഞ്ഞാ ഭയങ്കര പേടിയല്ലേ കുട്ടിമണിക്ക്? നിങ്ങൾക്ക് അറിയത്തില്ലേ? ഞാൻ പോയി നോക്കിട്ട് വരാം. അമ്മേ, അമ്മേ, അമ്മ ഈ രാത്രിയിൽ എവിടെ പോവാ? ഞാൻ പോയി നോക്കിട്ട് വരാം. കുട്ടിമണി ഞങ്ങള് കണ്ടുപിടിച്ചോളാം.
രവി പോലീസ് സ്റ്റേഷനിലേക്കാ പോയേക്കുന്നത്. പോലീസ് കണ്ടുപിടിച്ച് തരും കുട്ടിമണിയെ. അമ്മ ഇപ്പൊ അകത്ത് പോയിരിക്കുക. എനിക്ക് എങ്ങനെ ഇരിപ്പുറയ്ക്കും ബാല? എന്റെ കൊച്ചു വരാതെ അമ്മ എങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കും? ബുദ്ധിയുള്ളവളാണെങ്കിൽ വേണ്ടില്ല, അവളെ എന്നെ ഏൽപ്പിച്ചിട്ടാ നിങ്ങളുടെ അച്ഛൻ പോയത്. കാത്തു സൂക്ഷിക്കാൻ പറ്റില്ല എനിക്ക്. എന്റെ ഈശ്വരാ. അമ്മേ, രവി ഒന്ന് വിളിക്കും ബാലേട്ട. എന്താ പോലീസ് വരാൻ വൈകുന്നത്? പോലീസ് വരട്ടെ, എങ്കിലേ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവുള്ളൂ. അതെ ബാലേട്ടാ, എന്റെ അങ്കിൾ ഡിവൈഎസ്പിയാ, ഡിവൈഎസ്പി ജയസേനൻ. ഞാൻ അമ്മയെ കൊണ്ടൊന്ന് വിളിച്ചു പറയിക്കാം. ഡിവൈഎസ്പി ഒന്ന് വിളിച്ചാ വരുന്ന പോലീസ് പിന്നെ നമ്മുടെ വരുതിക്ക് നിന്നോളും. ആ, സിജൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എല്ലാം നല്ലതായേ വരും. രവി ഒന്ന് വിളിച്ച് എവിടെയായെന്ന് ചോദിക്കാം. സാർ, ഞങ്ങളുടെ കുട്ടിയെ കണ്ടുപിടിച്ചായിരുന്നു സാർ. അമ്മ ആകെ വിഷമത്തില. അപ്പൊ തനിക്ക് വിഷമല്ലേ? താൻ കളഞ്ഞുപോയ കൊച്ചിന്റെ ആരായിട്ട് വരും? മൂത്ത ഏട്ടനാ സാർ. ഓ, അപ്പൊ സ്റ്റേഷനിൽ വന്ന ഈ താടിക്കാരൻ രണ്ടാമത്തെ ഏട്ടൻ അല്ലയോ? അതെ സർ. സുധാകരോ? സർ. വാ. സുധാകര, സർ. ഇവിടെ പറയുന്ന വിവരങ്ങളൊക്കെ കൃത്യമായി ഫയലിൽ നോട്ടിക്കണം കേട്ടാ. ശരി സർ. ഇന്ന് മിസ്സിംഗ് കേസ്, നാളെ ഇത് മർഡർ കേസാവില്ലെന്ന് ആര് കണ്ടു? സർ.